ഞാൻ മുട്ടിൽ വരുവാണ്. ഇത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അതെ 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 ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ്. മനുഷ്യത്വമാണ് നമുക്ക് വേണ്ടത്. മനുഷ്യത്വമാണ്. എത്ര മനുഷ്യന്മാർ അവിടെ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത്. അപ്പൊ അവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും, സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് സഹായം ചെയ്തു കൊടുക്കാന്നുള്ള ഡിസിഷനിൽ വന്നതാണ്. വെറും കൈയ്യേറ്റ വന്നതാണ്. വെറും കൈയ്യേറ്റ വന്നത്. സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവർ കൊണ്ടുപോയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. അപ്പോൾ അവരെ ഒപ്പം കൂടി കൊടുക്കും. അങ്ങനെ ഓക്കെ. ദുരന്തങ്ങൾ ഇന്നലെ മുതൽ നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ കേട്ട് നാടിൻ്റെ ഭാഗത്തുനിന്ന് പല ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തകർ അവർ സ്വയം സന്നദ്ധരായി ഇറങ്ങുകയാണ്. അങ്ങനെ എത്തിയ ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇനിയും കുറച്ചുകൂടി ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ വരുന്ന വഴിയൊക്കെ നമ്മൾ കണ്ടിരുന്നു. നിരവധി ഹാരിസൺ പ്ലാന്റേഷൻ്റെ നിരവധി ലയങ്ങൾ, തൊഴിലാളികൾ താമസിച്ചിരുന്ന ലയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം ഒരു ലയം ആണ് ഇന്നലെ പൂർണ്ണമായും കുത്തി ഒലിച്ചു പോയിട്ടുള്ളത്. അവിടെയുള്ള മനുഷ്യരൊക്കെ എവിടെ പോയി എന്നുള്ളത് വലിയൊരു ചോദ്യം ആയി നിൽക്കുകയാണ്. പലരെയും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. പലർക്കും പരിക്കേറ്റവരെ പലരെയും അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഏതായാലും നമുക്കിനിയും ഒരു കിലോമീറ്ററോളം ദൂരം നമുക്ക് ഇനിയും താണ്ടേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമുക്ക് ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. അവിടെ എന്താണ് സംഭവിച്ചത്, എത്രത്തോളം അതിൻ്റെ ആഘാതമുണ്ടായിരുന്നു, ആളുകളെ ഇനിയും ഇന്നത് രക്ഷപ്പെടുത്താനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി അറിയണമെങ്കിൽ നമുക്കിനി അവരുടെ ആ സംഭവ സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. രാവിലെ ഒരു തെളിഞ്ഞ അന്തരീക്ഷം നമ്മൾ വന്ന സമയത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട്. ഇത് ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ ഇവിടെ വനത്തോട് ചേർന്നുള്ള സ്ഥലമാണ്. കാട്ടുപോത്ത്, ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അത്തരം ഒരു ഭീഷണ സാഹചര്യമുണ്ട്. ഇതെല്ലാം സഹിച്ചും ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ടുമാണ് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ള മനുഷ്യർ ജീവിച്ചിരുന്നത്. അവരുടെ ആവാസ കേന്ദ്രമാണ് ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ച് പോയിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഇന്നലെ രക്ഷാപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അവർ നമ്മോട് പറഞ്ഞിരുന്നത്, നിരവധി ആളുകൾ അവർക്ക് മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ പൂണ്ട നിലയിൽ കണ്ടിരുന്നു. പക്ഷേ അവരെ പുറത്തെടുക്കാൻ കഴിയാതെ നിസ്സഹായരായി മടങ്ങിപ്പോകേണ്ടി വന്നിരുന്നു എന്നവർ പറഞ്ഞിരുന്നു. അവരെ പുറത്തെടുക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മരം മുറിക്കാനും മരം കട്ട് ചെയ്യാനും അങ്ങനെയുള്ള ചില ഉപകരണങ്ങളുമൊക്കെ ആയാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ വന്നിരിക്കുന്നത്. ചില സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മളുടെ തൊട്ടു മുൻപായി കടന്നു പോയിട്ടുള്ളത്. കൂടുതൽ സേനാ സംവിധാനങ്ങളൊക്കെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഇന്നത്തോടുകൂടി ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതിന് രക്ഷാപ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ, അവർക്ക് സഹായകരമായ ഏതെങ്കിലും വിവരങ്ങൾ നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് മാതൃഭൂമി സംഘവും അന്വേഷിക്കുന്നത്. ഞാനുണ്ട്, എൻ്റെ കൂടെ ക്യാമറമാൻ ജോൺ ടി കെ ഉണ്ട്, കമലുണ്ട്, ഷമീർ മച്ചിങ്ങിലുണ്ട്. അവരൊക്കെ തൊട്ട് മുമ്പായി എൻ്റെ മുമ്പേ യാത്ര തുടരുന്നുണ്ട്. ഏതായാലും ആ സംഭവ സ്ഥലത്തേക്ക്, ഉരുൾപൊട്ടലുണ്ടായി ആ പ്രഭവ കേന്ദ്രത്തിലേക്ക് പോകാനാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ.